ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ജൂനിയർ മോച്ചൻ ഫിസിക്സ് വേൾഡിലേക്ക് ഏവരെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 കേരള PSC നടത്തിയ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. തെർമോഡൈനാമിക്സ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. കർണോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞ പോർഷനിൽ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. കർണോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസിയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉള്ള രണ്ട് ടെമ്പറേച്ചറുകൾ എന്ന് പറയുന്നത് 500 കെൽവിനും 300 കെൽവിനുമാണ്. ഈ രണ്ട് ടെമ്പറേച്ചർക്ക് ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരു കർണോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈറ്റ എന്ന ലെറ്റർ കൊണ്ടാണ്. വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം ദ സോഴ്സ്. It is a thermal efficiency is a ratio between the work done to the heat absorbed from the source. സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്ത ഹീറ്റും അത് തമ്മിൽ ആ സിസ്റ്റം ചെയ്ത വർക്ക് ഡണ്ണും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ഇവിടെ തെർമൽ എഫിഷ്യൻസി ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ Q1 എന്ന് പറഞ്ഞത് ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം ദ സോഴ്സ്, അത് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ആ വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്തെടുക്കുന്ന ഹീറ്റ് Q1ഉം, ഇനി സിങ്കിലേക്ക് വർക്കിംഗ് സബ്സ്റ്റൻസ് റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റിനെ Q2 എന്ന് പറയും. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ വർക്കിംഗ് സബ്സ്റ്റൻസ് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് വരുന്നു. അതുകൊണ്ട് ഈ കർണോട്ട് എഞ്ചിനിൽ വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ ഇൻറ്റേർണൽ എനർജി എപ്പോഴും 0 ആയിരിക്കും. അന്നേരം നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ Q1 മൈനസ് Q2. ഈറ്റയെ നമുക്ക് Q1 മൈനസ് Q2 ഡിവൈഡ് ബൈ Q1 എന്ന് എഴുതാം. Q1 ബൈ Q1 എന്ന് പറഞ്ഞത് 1 ആകും. അതിൽ നിന്ന് Q2 അടുത്ത ടേം Q2 ബൈ Q1. ഇത് ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം ദ സോഴ്സും ഹീറ്റ് റിജക്റ്റഡ് ടു ദ സിങ്കും നമുക്ക് ടെമ്പറേച്ചറിൻ്റെ റേഷ്യോയിൽ എഴുതാം. അന്നേരം ഈറ്റയുടെ ഇക്വേഷൻ മാറുന്നതെന്ന് വെച്ചാൽ ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1 എന്നാലും. ഇവിടുത്തെ ടെമ്പറേച്ചറുകൾ നമുക്ക് കെൽവിനിൽ തന്നിട്ടുണ്ട്. ആ കെൽവിനിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 മൈനസ് 300 ബൈ 500 എന്ന് പറയും. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തായിട്ട് 1 മൈനസ് 3 ബൈ 5 എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് 2/5 എന്ന് കിട്ടും. 2/5നെ നമ്മൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്താൽ 40% എന്ന് കിട്ടും. അങ്ങനെ ഈ 500 കെൽവിനും 300 കെൽവിനും ഇടയ്ക്കുള്ള ടെമ്പറേച്ചർ വർക്ക് ചെയ്യുന്ന ഒരു കർണോട്ട് എഞ്ചിൻ്റെ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് 40% ആണ്. താങ്ക് യു.